ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്ലെയിൻ അപകടങ്ങളിൽ ഒന്നാണ് നമ്മളിന്ന് കണ്ടത്. ടാറ്റ 1 കോടിയല്ല 100 കോടി കൊടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ ആളുകളുടെ ഒന്നും ജീവൻ നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഈ ഒരു അപകടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ടാറ്റയുടെ ഈ ഒരു ഫ്ലൈറ്റ് എഞ്ചിൻ ബോയിങ് 7878 എന്ന് പറഞ്ഞിട്ടുള്ള ഈ എഞ്ചിൻ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് 2009 അന്ന് മുതൽ പല ആളുകളും ഇതിൻ്റെ പല ന്യൂനതകളും തുറന്നു കാട്ടിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്ലൈറ്റ് അപകടത്തിൽ വരുന്നത് ഇൻ ദ വേൾഡിൽ, ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ. അതുപോലെ തന്നെ ഈ ഫ്ലൈറ്റ് ഇന്ത്യ വാങ്ങിച്ചിട്ടുള്ളത് 2013 ഏകദേശം ഒരു 11-12 വർഷങ്ങൾ മാത്രം പഴക്കമുള്ള ഒരു ബോയിങ് എഞ്ചിൻ മാത്രമാണിത്. സാധാരണ എഞ്ചിനുകൾ 20, 25, 30 വർഷം വരെ ഓടിക്കുന്ന ഫ്ലൈറ്റ് കമ്പനികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം ഫ്ലൈറ്റിൻ്റെ അപകടം എന്ന് പറഞ്ഞ് നമ്മൾ ഈ മുദ്ര കൊത്തുന്ന ഈ ഒരു കാര്യത്തിൽ ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റിനെ പറ്റി നമുക്ക് ഒരുപാട് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഈ ഫ്ലൈറ്റിൻ്റെ 2 ക്യാപ്റ്റന്മാരുണ്ടായിരുന്നു. ഒരാൾ ഓൾമോസ്റ്റ് 8000 മേലെ ഫ്ലൈറ്റ് അവേഴ്സ് ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ക്യാപ്റ്റനായിട്ടുള്ള ആൾ ഓൾമോസ്റ്റ് 2000 ഫ്ലൈറ്റ് അവേഴ്സ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് പൈലറ്റിൻ്റെ എക്സ്പീരിയൻസ് കുറവ് എന്ന് നമുക്കിതിന് പറയാൻ പറ്റില്ല. പിന്നെ ടേക്ക് ഓഫിൻ്റെ സമയത്ത് അഹമ്മദാബാദിൽ ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അവിടുത്തെ ടെമ്പറേച്ചർ. അവിടുത്തെ വിൻഡിൻ്റെ ലെവലും എന്ത് നോക്കിക്കഴിഞ്ഞാലും കംപ്ലീറ്റ്ലി അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയായിരുന്നു കാലാവസ്ഥ സൈഡിൽ നിന്നും ഈ ഫ്ലൈറ്റിന് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഫ്ലൈറ്റിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ചിന്തിക്കേണ്ടത്. അതിനുള്ള ഉത്തരം ടാറ്റയും അതുപോലെ തന്നെ ബോയിങ്ങും തന്നെ നമ്മളോട് പറഞ്ഞു തരേണ്ടി വരും. പിന്നെ സാങ്കേതികമായിട്ട് ഫ്ലൈറ്റ് ഉയർന്നതിന് ടേക്ക് ഓഫിൻ്റെ മുമ്പായിട്ട് ചെക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. ഈ ടാറ്റയിലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ എയർ ഇന്ത്യയിലെ ആ സമയത്തെ ചെക്കിംഗ് എഞ്ചിനീയേഴ്സ് അത് എത്രത്തോളം ഫലപ്രദമായിട്ടാണ് ചെയ്തത്, അതല്ലെങ്കിൽ എവിടെയെങ്കിലും അവർക്ക് വല്ല മിസ്റ്റേക്കും വന്നിട്ടുള്ളോ എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. പലരും ഞാൻ ഈ വീഡിയോസിൻ്റെ ഒക്കെ പല താഴത്തും കണ്ടു, മുസ്ലിങ്ങളായിട്ടുള്ള ഫ്ലൈറ്റ് അല്ലെങ്കിൽ പൈലറ്റ്സ് ആണോ ഈ ഫ്ലൈറ്റ് എടുത്തിട്ടുള്ളത്, അതല്ലെങ്കിൽ അകത്ത് വല്ല മുസ്ലിം തീവ്രവാദികൾ ഉണ്ടായിട്ടുണ്ടോ, ഇനി അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ എഞ്ചിനീയേഴ്സിൻ്റെ കൂടെ ഈ ഫ്ലൈറ്റ് ചെക്ക് ചെയ്യുന്നതിൻ്റെ അതായത് ടേക്ക് ഓഫിൻ്റെ മുമ്പായിട്ടുള്ള എഞ്ചിനീയേഴ്സിൻ്റെ കൂടെ വല്ല മുസ്ലിം ജിഹാദികൾ ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ പല കമൻറ്റുകളും ഞാൻ ഈ പല വീഡിയോസിൻ്റെയും താഴത്ത് കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പല സംഘപരിവാർ ചാനലുകളുടെ താഴത്ത് ഇതൊരു തരം തീവ്രവാദമാണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ തലയിലോട്ട് എടുത്തിടുന്ന രീതിയിലുള്ള തംബ്നെയിൽസും അതുപോലെ തന്നെ വീഡിയോസ് ചെയ്യുന്നതും കണ്ടു. അതൊക്കെ വരട്ടെ. നിങ്ങൾക്ക് കുരയ്ക്കാം, നിങ്ങൾക്ക് തുപ്പാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു ഫ്ലൈറ്റിന് ബ്ലാക്ക് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലുണ്ടാവും ഈ പറഞ്ഞ എല്ലാ കമ്മ്യൂണിക്കേഷൻസും, ഈ ഫ്ലൈറ്റിന് വന്ന എല്ലാ തകരാറുകളും ഈ ഒരു ബ്ലാക്ക് ബോക്സിൽ അടങ്ങിയിട്ടുണ്ട്. അത് കിട്ടി അതിൻ്റെ റിസൾട്ട് വരുന്നവരെ രാജ്യത്ത് ആവശ്യമില്ലാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള ചർച്ചകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമുക്കറിയാത്ത പല കാര്യങ്ങളും ഇട്ട് ആവശ്യമില്ലാത്ത ഭിന്നത ഉണ്ടാക്കാതിരിക്കാൻ അറ്റ്ലീസ്റ്റ് സംഘപരിവാറുകാരാ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം പ്ലീസ്.